ഹലോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു റോസിക്കുട്ടൻസ് വ്ളോഗ്സ്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ, ഒരു അൺബോക്സിംഗ് വീഡിയോ. നമ്മളങ്ങനെ എന്താ പറയുക, കൂടുതലും അൺബോക്സിംഗ് വീഡിയോ ചെയ്യാറില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പൊ എന്താണ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞു വന്നാൽ, നമ്മുടെ കയ്യിൽ ഒരു ക്യൂട്ട് ലിറ്റിൽ ബാഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ അൺബോക്സിംഗ് ഐറ്റം. ഈ ബാഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ പാക്കേജ് അൺബോക്സിംഗിന്റെ ഈ പാക്കേജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിസ്റ്റർ ഇല്ലോ, അതായത് റോബിന്റെ സിസ്റ്റർ, പുള്ളിക്കാരത്തി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ കംപ്ലീറ്റ്ലി, എനിക്ക് എന്താ പറയാ, നമ്മൾ കുറെ ദുബായ് സാധനങ്ങൾ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, കാനഡ. പക്ഷെ എന്താ പറയാ, ഈ രാജ്യങ്ങള് ആള് ചിഞ്ചു പോയ സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യാത്ത സ്ഥലങ്ങളാണ് ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്. അപ്പൊ അവിടുത്തെ എന്താ പറയാ, ഒരു കളക്ഷൻ തന്നെയാണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് സൂപ്പർ ഹാപ്പി. എന്താ പറയാ, നമുക്ക് ലൈഫിൽ ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ ഇനി അവിടെ പോയിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ആ ഒരു ജപ്പാൻ, കൊറിയ, തായ്ലൻഡ് മെമ്മറീസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്പെഷ്യൽസ് ആണ്. അപ്പൊ ഐ എം സോ ത്രിൽ ടു ഡു ദ അൺബോക്സിംഗ്. അതിന് തന്നെ ഇപ്പൊ നമുക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, തായ്ലൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് 1000 എലിഫന്റ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു ക്യൂട്ട് എലിഫന്റ് ആട്ടോ ഇത്. ഈ എലിഫന്റിനെ നിങ്ങൾ കണ്ടോ, ഇതിന്റെ ബാക്കിലത്തെ ടെയില് കണ്ടോ? ഈ ടെയില് നല്ല രസമില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള ടെയിലും ലൈക്ക് നല്ലൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആട്ടോ. അതിന്റെ എന്താ പറയാ, ഈ വർക്കും കാര്യങ്ങളും, ആർട്ട് വർക്ക് പോലത്തെ വർക്കും, അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയാ, എല്ലാം ഈ നെക്ക് ബാൻഡും ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല ലൈക്ക് ക്യൂട്ട് ലിറ്റിൽ എലിഫന്റ് ആണ്. നല്ല ഇതിന്റെ കളർ കോമ്പിനേഷനും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ടെയിലാട്ടോ. ഇങ്ങനെ ബീഡ്സും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇതുപോലെയുള്ള ഒരു ടെയിലാണ്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇത് ബുദ്ധന്റെ ഒരു സ്റ്റാച്യു ആണ്. ബുദ്ധന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു ഗ്രീൻ കളർ, ഒരു ഗ്ലാസിന്റെ ഒരു ബുദ്ധയാണ്. നോർമലി അങ്ങനെ ഗ്രീൻ കളർ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ റെഡും ഗോൾഡനും ഗ്രീനും വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ഷോപ്പ് പീസ് ആണ് നമ്മുടെ ബുദ്ധന്റെ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജപ്പാനിലെ മൗണ്ട് ഫ്യൂജിന്റെ ഒരു എന്താ പറയാ, ഇതെന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സംഭവം എന്തായാലും കഴിക്കുന്ന എന്തോ ചോക്ലേറ്റ് ആണെന്നാണ് തോന്നുന്നത്, എന്താന്ന് അറിയില്ല. കാരണം ഇവരുടെ ഒക്കെ പാക്കേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ജപ്പാനിലാണ് എഴുതിക്കണേ. ഇവിടെ കുറച്ച് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്താ സംഭവം എന്നുള്ളതോ അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കി നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ഇങ്ങനെ മൗണ്ട് ഫ്യൂജിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ എന്തോ ടേസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംതിങ് ചോക്ലേറ്റ് എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇത് ചോക്ലേറ്റ്സ് ആണ്. ഇവിടെ UK നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ മിനി ചോക്ലേറ്റ്സിന്റെ ഇതുകൾ കണ്ടിട്ടുണ്ട്. ചോക്ലേറ്റ് ആണോ സംഭവം, ബിസ്ക്കറ്റ് പോലത്തെ ആണോന്ന് അറിയില്ല. ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതെന്താ സംഭവം എന്ന് അറിയണല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ഇതൊരു കുക്കി പോലത്തെ ഒരു സാധനമാണ് ഗൈസ്. ക്രീം ബിസ്ക്കറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രീം ഉണ്ട്. ക്രീം ബിസ്ക്കറ്റ് പോലെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ക്രീം കാണാം. ഇതെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജപ്പാനിലായിട്ടാണ്, ആദ്യമായിട്ടാണ് ജപ്പാനിലെ ഒരു സംഭവം. അതിങ്ങനെ എന്താ പറയാ, അവര് സ്പെഷ്യൽ ഒരു ഐറ്റം ആയിരിക്കണം. നമുക്ക് അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാഫിൾ എന്ന് വേണമെങ്കിൽ പറയാം. വാഫിൾ തന്നെ ഒരു മിനി ബിസ്ക്കറ്റ്, ക്യൂട്ട് ബിസ്ക്കറ്റിന്റെ ഒരു ഷേപ്പില്. നമ്മുടെ പണ്ടത്തെ ബൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതിനകത്ത് ആ ചോക്ലേറ്റ് ഫില്ലിങ്ങിന് പകരം ഒരു വാനില അല്ലെങ്കിൽ ക്രീം ഫില്ലിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ്. അങ്ങനെ റോളായിട്ട് ഒരു 20 എണ്ണം കാണുമായിരിക്കും. എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്ക് വേണ്ടിയിട്ട് റോബിൻ പറഞ്ഞത് ഇത് ശരിക്കും ഞാനാന്നാ പറയണത്. കാരണം എനിക്ക് ഇങ്ങനെ ഈ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ തുഴഞ്ഞ് പോവാന്നാണ് പറയണേ. ഒരു എന്താ പറയാ, ക്യൂട്ട് ഒരു പെണ്ണ് ഇങ്ങനെ ഹാറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഐഡിയൽ റെപ്രസെന്റേഷൻ ഓഫ് മിനി മീ എന്ന് പറയാൻ വേണമെങ്കിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. This is so
ഡിയർ ടു മൈ ഹാർട്ട്, സോ ക്ലോസ് ടു മൈ ഹാർട്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് 2 പേഴ്സണലൈസ്ഡ് വാലറ്റ് ആണ് റോബിന്റെയും എന്റെയും പേര്. അതാണ് ഇതിന്റെ എന്താ പറയാ ഏറ്റവും ലവ്ലി ഫാക്ടർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും പേര് ഇതിനകത്ത് ഉണ്ട്. റോബിൻ, റോച്ചു എന്നുള്ള പേരുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള. നമ്മളിങ്ങനെ ഓൺലൈനിൽ നാട്ടിലൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ്, പക്ഷെ ഇവിടെ കിട്ടും, പക്ഷെ നമ്മൾ പിന്നെ അതങ്ങ് ചെയ്തില്ല. ഇപ്പൊ എന്തായാലും ചിഞ്ചു നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ തായ്ലൻഡിന്റെ ഈ ടുക് ടുക് റൈഡിന്റെ ഓട്ടോറിക്ഷ ഇല്ലേ, അതിങ്ങനെ അവര് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല നല്ല ക്യൂട്ടാണ്. 2 പേർക്കും ഒരേപോലത്തെ ഒരു പേഴ്സണലൈസ്ഡ് വാലറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു സ്പെഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2ഉം നമുക്ക്. ഇതൊരു ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ആണ്, ലോ ഷുഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട് കൈൻഡ് ഓഫ് സ്നാക്ക് ഐറ്റം ആണ്. എന്തായാലും ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഒരു ജാക്ക് ഫ്രൂട്ട് അങ്ങനെ തന്നെ അവർ ഡ്രൈ ചെയ്തിരിക്കുന്നതാണ്. ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു അല്ലിയെ അതുപോലെ ഡ്രൈ ചെയ്ത് വെച്ച് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്തോ. എനിക്ക് ചക്ക അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും എനിക്ക് ചക്ക മെയിനായിട്ട് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം അതിന്റെ മണമാണ്. ഇതിന് അങ്ങനെ ഒരു സംഭവം നമുക്ക് ചക്കയാണ് കഴിക്കുന്നതെന്ന് തന്നെ തോന്നുന്നില്ല. ടേസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ചക്കന്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും നമ്മൾ നോർമലി ഡ്രൈ ഫ്രൂട്ട് കഴിക്കില്ലേ, ഡ്രൈ ഫ്രൂട്ട് കഴിക്കുന്നതിന്റെ ഒരു ഇത് തന്നെയാണ്. എനിക്കൊന്ന് നമ്മള് ആപ്രിക്കോട്ടൊക്കെ ഡ്രൈഡ് ആപ്രിക്കോട്ട് കഴിക്കില്ലേ, അതിനോട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആട്ടോ. ഈ ചക്കയൊക്കെ ഡ്രൈഡ് ചക്കയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നിങ്ങൾ കണ്ടോ, ഇതൊരു വോളാണ്. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ പരിജ്ഞാനമൊന്നുമില്ല, പക്ഷെ റോബിനെ ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ റോബിൻ പറഞ്ഞു ഇത് ഇങ്ങനെ ജപ്പാനിലെ നിഞ്ച പീപ്പിൾ ഉപയോഗിക്കുന്ന സമുറൈ സ്വേർഡ് ആണ് സംഭവം എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ എന്തായാലും എനിക്കിത് കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ പണിയായുധങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇതിന്റെ ഒരു കാര്യം ഇഷ്ടമാവാത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നിങ്ങൾ കണ്ടു ഇതിന്റെ ഈ 2 പാർട്ടിലും ഇങ്ങനെ ഒരു ഡ്രാഗണെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് വലിയ ഇഷ്ടമായില്ല. എനിക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയാ ഇങ്ങനെ ആനിമൽ പ്രിന്റിങ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് മാത്രം എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ എന്തായാലും വാൾ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇതൊരു ഷോപ്പ് പീസ് ഐറ്റം ആണ്, പ്ലാസ്റ്റിക് ആയിട്ട് സംഭവം. കുഴപ്പമില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വാളിങ്ങനെ കുത്ത മറ്റേ ഫസിലിന്റെ മറ്റേ എന്താ പറയാ കുത്ത് ഹരിശ്രീ എന്നൊക്കെ പറയുന്ന പോലെ അതിന് ഉപയോഗിക്കാം നമുക്ക്. എന്തായാലും ഇങ്ങനെ എന്താ പറയാ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടാം. ഈ ഇങ്ങനെ ഒരു ടൈ ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനെ ചുമ്മാ നമുക്ക് തൂക്കിയിടാം. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മിറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഡിസൈൻ സംഭവമാണ് ഈ ഒരു ഡ്രാഗൺ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നല്ലൊരു ഷോപ്പീസ് ഐറ്റം ആണ് കേട്ടോ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഇത് പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇല്ലാതെ എന്താ അല്ലെങ്കിൽ സൊവനീർ ഇല്ലാതെ എന്ത് ട്രിപ്പ് അല്ലെങ്കിൽ എന്ത് എന്താ പറയാ എപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒരു സംഭവമാണ്. എവിടെ പോയാലും ഒരു എന്താ പറയാ ഇത് നമ്മൾ വാങ്ങാതെ നമ്മൾ പോവാറില്ല. ഞാനിപ്പോ ലണ്ടനിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ ഈ ലണ്ടനിലുള്ള ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് വാങ്ങും. അപ്പൊ ഇതില്ലാതെ എന്താ പറയാ ഇത് ജപ്പാന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് തായ്ലൻഡിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് 2ഉം ആക്ച്വലി നല്ലതാട്ടോ. ഇങ്ങനെ അവിടുത്തെ എന്താ പറയാ യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ജപ്പാന്റെ ഒരു സർക്കുലർ ആണ്, തായ്ലൻഡിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ഇത് നിങ്ങൾ കണ്ടോ, ഇത് കിറ്റ്കാറ്റിന്റെ ആണ്. ഞാൻ ഇതുവരെ കിറ്റ്കാറ്റിന്റെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഞാൻ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് കിറ്റ്കാറ്റിന്റെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി. ഇതൊക്കെ നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് ഈ കിറ്റ്കാറ്റിന്റെ പേരല്ലാതെ ഒന്നും ഇംഗ്ലീഷിലില്ല. ലൈക്ക് നമുക്ക് എല്ലാം ജാപ്പനീസോ എനിക്കറിയില്ല, ജാപ്പനീസ് ലാംഗ്വേജ് ആണോ തായ്ലൻഡ് ഭാഷയാണോ കൊറിയൻ ലാംഗ്വേജ് ആണോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും സംഭവം നല്ല കളർഫുൾ. പിന്നെ സ്ട്രോബെറി, എനിക്ക് സ്ട്രോബെറിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറിന്റെ ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല, ബട്ട് സ്ട്രോബെറിയും അതുപോലെ തന്നെ ബാക്കി ഇങ്ങനെ വേഫേഴ്സിൽ അതുപോലെ തന്നെ സ്ട്രോബെറി കേക്ക് ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് സ്ട്രോബെറി കിറ്റ്കാറ്റ് അങ്ങനെ ട്രൈ ചെയ്തു. ഇനി കിറ്റ്കാറ്റ് ആട്ടോ. ഞാൻ വെച്ചില്ലേ കാരണം പൊട്ടിച്ചിട്ട് എങ്ങനെ തിന്നുന്നു വിചാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഇങ്ങനെ മിനി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. മിനി കിറ്റ്കാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ട്രോബെറി കിറ്റ്കാറ്റ്. ഓ ഐ ലവ് ദിസ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ സ്ട്രോബെറിന്റെ നോർമൽ കിറ്റ്കാറ്റ് കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ പിന്നീട് സ്ട്രോബെറിന്റെ ആ ഒരു ചെറിയ പുളിയും വേഫർ പോലത്തെ ആ ഒരു ക്രഞ്ചിനെസ്സും സംഭവം അടിപൊളിയാണ്. നമ്മുടെ പാക്കേജിങ്ങിലെ ലാസ്റ്റ് ഐറ്റം ആണിത്. എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല ഇതെന്താന്ന്. എന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണോ? നോ ഐഡിയ. കാരണം ഇതിനകത്ത് ഫുള്ള് ജാപ്പനീസിലാണ് എഴുതിയേക്കണേ. ഒന്നും അറിയില്ല കേട്ടോ. സർക്കുലർ എന്താ പറയാ, 2 സിമ്പിൾസ് ഉണ്ട്. ഇതിനകത്ത് ഒരു അംബ്രലേന്റെ സിമ്പിളും ഇതിനകത്ത് ഒരു ട്രയാങ്കിളിന്റെ സിമ്പിളും ഉണ്ട്. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ റോബിനോട് ചോദിച്ചു എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ റോബിന്റെ ഒരു അറിവ് വെച്ചിട്ട് റോബിൻ പറഞ്ഞത് സംതിങ് റിലേറ്റഡ് ടു സ്ക്വിഡ് ഗെയിം എന്നാണ് പറഞ്ഞേക്കണേ. ഞാൻ ഈ സ്ക്വിഡ് ഗെയിം ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് മറ്റേ ഒരു സംഭവം അറിയാം, ഇങ്ങനെ ഒരു ബാഗ് പോലത്തെ ഒരു എന്താ പറയാ, ഒരു റെഡും ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സാധനം. അതുപോലെ എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. ഇതിപ്പോ എന്താന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു HACCP എന്ന് എഴുതിയിട്ടുണ്ട്. അതിനിപ്പോ നമ്മുടെ വല്ല എന്താ പറയാ ISI പോലെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആണോന്ന് അറിയില്ല. എന്താ സംഭവം എനിക്ക് പിന്നെ ഇത് കണ്ടിട്ടും എന്താ സംഭവം എന്ന് അറിയാത്ത കാരണം പിന്നെ ഓൾറെഡി ചോക്ലേറ്റും ഇതൊക്കെ തിന്നു. ഇതിപ്പോ എന്തെങ്കിലും തിന്നുന്ന സാധനം ആണെങ്കിലും കഴിച്ചു നോക്കാനായിട്ട് എന്തായാലും പോകുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. കണ്ടിട്ട് ഇങ്ങനെ ഒരു ക്ലേ മോഡലൊക്കെ പോലെയുണ്ട്. എന്താണോ സംഭവം എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത് എഡിബിൾ ആണോ ലൈക്ക് അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമിന്റെ എന്താണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഇതൊരു അംബ്രലയും ഇതൊരു എന്താ പറയാ ട്രയാങ്കിളും ആണ്. അപ്പൊ അങ്ങനെ 2 സിമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു പാക്കേജ് അൺബോക്സിങ് ഒരു സ്പെഷ്യൽ ഒരു ലവ്ലി എന്താ പറയാ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ലൈക്ക് പാക്കേജ് അൺബോക്സിങ് ആയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചിഞ്ചു. ഈ ഒരു സ്നേഹ സമ്മാനത്തിന് എന്താ പറയാ ഒരുപാട് നന്ദി. ഇനിയും ട്രിപ്പൊക്കെ ഇതുപോലെ കുറെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ കുറെ സാധനങ്ങൾ കുറെ യുണീക്ക് ആയിട്ടുള്ള പുള്ളിക്കാറ്റ് ഭയങ്കര യുണീക്നെസിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എന്തായാലും ഇങ്ങനെ കുഞ്ഞു യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ നല്ല നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ റോസ്റ്റീന സൈനിങ് ഓഫ്.